ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി നമ്മളെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊന്ന് മാറ്റി പിടിക്കാതിരിച്ചു. നമ്മൾ സ്കിൻ കെയർ അതുപോലെ ഹെയർ കെയർ കൂടുതലായിട്ട് അങ്ങനത്തെ വീഡിയോസ് എല്ലാം ഇടുന്നത്. അപ്പം എനിക്ക് കമന്റ് ബോക്സിൽ വന്നൊരു ചോദ്യം കൂടിയായിരുന്നു ഐ മേക്കപ്പ് ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആദ്യം പറയാം, ഞാൻ അങ്ങനെ ഭയങ്കര സംഭവിക്കില്ല. നമ്മൾ സാധാ ഉപയോഗിക്കുന്നത് കൺമഷിയും ഐലൈനറാണ് ഞാൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്, വേറെ ഒരു പരിപാടിയും ഇല്ല. പക്ഷെ ഈ അടുത്ത് ഞാൻ റീസെന്റ് ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിന്റെ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ഇതിലൂടെ ഷെയർ ചെയ്ത് തരാന്ന് പറഞ്ഞു. അതിന്റെ ഇടയിൽ കൂടെ നമ്മളെ ഒരു വടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് കണ്ണെഴുതുന്ന പരിപാടിയും കാണിച്ചു തരാം. അതുപോലെ തന്നെ ഞാൻ വാങ്ങിയ ആ ഒരു പ്രൊഡക്റ്റിന്റെ കാര്യം കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. അതാണ് ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോണത്. അതിന്റെ മുന്നേ നമ്മളെ ചാനലിലേക്ക് എല്ലാ പുതിയ മെമ്പേഴ്സിനും ഹാപ്പി ടു വെൽക്കം ഫാമിലി. അപ്പം ഐ മേക്കപ്പ് ഞാൻ ഈ ഒരു ഒന്നും കണ്ണൊന്നും എഴുതാണ്ട് വന്നത് നിങ്ങൾക്ക് ഇപ്പൊ ഫസ്റ്റ് ഐ മേക്കപ്പ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഒന്നുമില്ല, ഡാസ്ലറിന്റെ നമ്മളെ ഒരു ലിപ്സ്റ്റിക്ക് നയിപ്പോയി. ഡാസ്ലറിന്റെ 2 ദിവസമായിട്ട് ഇപ്പൊ ലിപ്സ്റ്റിക്കിന്റെ റിവ്യൂ അപ്പൊ അത് മാത്രമേ വരുന്നുള്ളൂ. ഡാസ്ലറിന്റെ ഐലൈനർ ആണ് ഇത് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മളെ ഹിമാലയന്റെ കൺമഷി, അത് നമുക്ക് ഹിമാലയനുള്ള നമ്മൾ ചെറിയ മക്കൾക്ക് വരുന്ന ചെറിയ റൗണ്ടില്ല, ഞാൻ അത് ഉപയോഗിക്കലുണ്ട് കേട്ടോ. ഇപ്പൊ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ ഇതെടുത്ത് മാറ്റി പിടിച്ചാണ്. ചിലപ്പോൾ ഞാൻ അതെടുത്തിട്ട് ബഡ്സ് ഒക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെയാണ് എഴുതുക. എനിക്ക് ഭയങ്കര ഭംഗി തോന്നുന്നത് അങ്ങനെയൊക്കെയാണ്. നമ്മൾ സാധാരണ ആളുകൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും. അപ്പം അതാണിത്. പിന്നെ വരുന്നത് നമ്മളെ ഐബ്രോ പെൻസിൽ. ഞാൻ ഇതും കൂടെ ഒന്നും എന്തായാലും ഐബ്രോ ഞാൻ ചെയ്തിട്ടില്ല, അപ്പൊ ഞാൻ ഐബ്രോ ഫില്ല് ചെയ്യുന്നതും കൊണ്ട് കാണിച്ചു തരാം. പിന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വന്ന സാധനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് സംഭവം. ഇതാണ് ആ സാധനം. ഐക്കോണിക്കിന്റെ നമ്മളെ ഹൈലൈറ്റർ ആണ്. ഹൈലൈറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ വരുന്ന ഇലുമിനേറ്റർ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഇലുമിനേറ്റ് ഇല്ലേ, അതേപോലെ ഇലുമിനേറ്റർ ഹൈലൈറ്റർ ആണ്. നമുക്ക് ഓൺലൈനിൽ നിങ്ങൾക്ക് ഷോപ്പിംഗിൽ വാങ്ങിക്കാൻ പറ്റും. ഓൺലൈൻ ഷോപ്പിംഗിൽ എനിക്ക് തോന്നുന്നു ഒരു അറൌണ്ട് 300ന്റെ ഉള്ളിലാണ് വരുന്നത്. ഇത് സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതില്ലേ ഐ ഷാഡോ വരുന്നില്ലേ, ഐ ഷാഡോ പോലെ തന്നെ എടുക്കാൻ പറ്റിയൊരു സാധനം കേട്ടോ. ഇത് ഹൈലൈറ്റർ ആണ്. നമുക്ക് ഇതേപോലെ ഈ നോസിന്റെ ഇവിടെ ഈ ഭാഗത്തൊക്കെ ഹൈലൈറ്റ് ചെയ്ത് കളിക്കുക, ഒരു ഗ്ലോ കിട്ടുന്ന രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ്. അപ്പം ഇത് ഞാൻ എന്താ വെച്ചാൽ എന്റെ ഒരു ഫ്രണ്ട്, ഞാൻ 10th പഠിക്കുമ്പോൾ നമ്മൾ ഈ ടൂർ പോകുന്ന ടൈമിലായിരിക്കും അവരെ മേക്കപ്പ് സാധനങ്ങളൊക്കെ ഇറങ്ങി വരിക. ആ ടൈമിൽ ഞങ്ങൾ പോകുമ്പോൾ അവള് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നുണ്ടോ. അപ്പൊ അവള് പറഞ്ഞ ഇത് നീ കണ്ണിന്റെ മുകളിൽ ഇട്ട് വെക്കുന്നതാണ്. ഞങ്ങൾ അന്ന് അങ്ങനെ ചെറുതായിട്ട് അപ്ലൈ ചെയ്ത് അത് ശരിക്കും ഇതേപോലത്തെ ഡാസ്ലറിന്റെ ഒരു ബോട്ടില് ഒരു ക്രീം കളറുള്ള ഒരു സാധനമായിരുന്നു. അത് ജസ്റ്റ് കണ്ണിന്റെ മുകളിൽ. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നമ്മള് കണ്ണൊക്കെ എഴുതി കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. അപ്പൊ ഞാൻ കുറെ തെരഞ്ഞു നടന്ന് എനിക്ക് പിന്നെ അവളോട് അത് ചോദിക്കാനും വിട്ടുപോയി. അതൊക്കെ പണ്ടത്തെ കാര്യമല്ലേ. പിന്നെയാണല്ലോ നമുക്ക് ഉള്ളിൽ കിടക്കല്ലോ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് എന്നുള്ള ആ രീതിയിൽ ഞാൻ ഷോപ്പിൽ പോയിക്കുമ്പോൾ ഞാൻ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യും. കണ്ണിന്റെ മുകളിൽ ഇങ്ങനെ ഇടുന്ന സംഭവത്തിന്റെ പേരൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ അവളോട് ചോദിച്ചിട്ടുമില്ല, അത് ഒരു എന്റെ ഫോൾട്ടാണ്. അപ്പൊ ഞാൻ അവിടെ പോയിട്ട് ഇങ്ങനെ കണ്ണിനെ മുകളിൽ അപ്പൊ അവർക്ക് മനസ്സിലാവില്ല. അപ്പൊ അവര് ഈ നമ്മളെ ഈ ഒരു ഇതേപോലത്തെ ഐ ഷാഡോന്റെ ബോക്സ് ഒക്കെ എടുത്തു. ഞാൻ ഇതെല്ലാം ഒരു ക്രീമി ടൈപ്പ്, ഒരു ലിക്വിഡ് ടൈപ്പ് വരുന്ന ഐ ഷാഡോന്റെ വരുന്നുണ്ടോന്നുള്ളത്. അങ്ങനെ എനിക്ക് മനസ്സിലായി ഇതിന് ഹൈലൈറ്റർ എന്നാണ് പറയാ. ഈ ഹൈലൈറ്റർ ഞാൻ എനിക്കൊന്ന് ഫ്ലിപ്കാർട്ടിൽ നോക്കുമ്പോൾ കണ്ടപ്പോ ഓക്കെ ഇതിലും നമ്മള് ഈ ഒരു കണ്ണിന്റെ മുകളിൽ ഇതാക്കാനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ടല്ലോ എന്ന് കണ്ടപ്പോഴാണ് ഞാൻ ഇത് വാങ്ങിയത്. സംഭവം അടിപൊളിയാണ്. നിങ്ങള് അതായത് ഫേസിൽ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക കണ്ണാണ്, പിന്നെ ലിപ്പ്, നോസ്പിൻ, മൂക്ക് അങ്ങനെ പോകും. പക്ഷെ നമുക്ക് കണ്ണ് നല്ല ഹൈലൈറ്റ്, കണ്ണൊക്കെ എഴുതുന്ന ആളുകളാണെങ്കിൽ, എഴുതാത്ത ആളുകൾക്ക് എങ്ങനെ ഭംഗി ഉണ്ടാവും എനിക്ക് അറിയില്ല കേട്ടോ. എഴുതാത്ത ഇട്ടിട്ട് എനിക്ക് വലിയൊരു ഭംഗിയൊന്നും തോന്നുന്നില്ല. അപ്പൊ നമ്മൾ ഈ കല്യാണ ബ്രൈഡൊക്കെ മേക്കപ്പ് ചെയ്യുമ്പോൾ ഇവിടെ കണ്ടില്ലേ, അവർക്ക് ഇപ്പൊ നോർമലായിട്ട് ആദ്യമൊക്കെ എന്താ വെച്ചാല് ഇതേപോലെ ഐ ഷാഡോ ബോക്സിൽ ഓരോ കളർ മിക്സ് ചെയ്തിട്ട്. പക്ഷെ ഇപ്പം ഒരു ലിക്വിഡ് ടൈപ്പ്, ഒരു ഗോൾഡൻ ഷെയ്ഡ് പോലത്തെ വരുന്നില്ല, ആ ഒരു സംഭവമാണിത്. പക്ഷെ ഒരിക്കലും ഓവറായിട്ട് തോന്നുന്നില്ല. നിങ്ങളെ കണ്ണ് അടിപൊളിയായിട്ട് നിൽക്കും. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇത് വാങ്ങി ഉപയോഗിക്കാം. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പൊ നമുക്കിത് എങ്ങനെയാ ചെയ്യാന്നുള്ളത് നോക്കാം. കുറച്ച് ലാഗ് അടിപ്പിച്ചിട്ടുണ്ട് സ്റ്റാർട്ടിങ് തന്നെ. നമുക്ക് പറഞ്ഞു തരാണ്ട് നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവില്ല. സോ അതുകൊണ്ടാണ് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്തത് കേട്ടോ. അപ്പൊ നമുക്ക് ഇത് ചെയ്യാൻ എങ്ങനെയാ വെച്ചാൽ ഞാനിപ്പം ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഇങ്ങനെ കഴിയുമ്പോൾ പോകുന്നതാണ്. അതെങ്ങനെയാ ചെയ്യാന്നുള്ളതാണ്. ഇനി തുടങ്ങാം. ഇതൊരു ലിക്വിഡ് ടൈപ്പ് ആട്ടോ. അതാ കാണണ്ടാവോ അല്ലെ, ഇതിങ്ങനെ പ്രസ് ചെയ്താ കുറച്ച് ഇത് കുറച്ച് ഇങ്ങനെ എടുക്കാം. ഇങ്ങനെ എടുത്തിട്ട് നമ്മളെ കണ്ണിന്റെ മുകളിൽ ഞാൻ മിറർ വേറെ എടുത്തിട്ട് എനിക്കിതിൽ കിട്ടൂല. ഞാൻ മുന്നേ ഒരു പ്രാവശ്യം വീഡിയോ ചെയ്ത് ഞാൻ കോളാക്കിയതാ. അപ്പൊ കുറച്ച് ആക്കി കൊടുക്കാം. കുറച്ച് മതി കേട്ടോ, ഭയങ്കര അർപ്പടം നോക്കണ്ട. യെസ്, ദെൻ നമുക്ക് വേണമെങ്കിൽ കൈനെ കൊണ്ട് തന്നെ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ,
അപ്പൊ ഇത് 2-3 ഷെയ്ഡ് വരുന്നുണ്ടോ, നിങ്ങളെ സ്കിൻ കളർ നോക്കിയെടുക്കുക. ഞാൻ ഏകദേശം എന്റെ സ്കിൻ കളറിന് മാച്ച് ആയ ഒരു കളറായിട്ട് ഇപ്പൊ തന്നെ നല്ല ഭംഗിയുണ്ട്. നിങ്ങൾ നല്ല നോക്കി നോക്കിയത് മനസ്സിലാവുന്നുണ്ടായിരിക്കും. ഒരു ഷൈനിങ്, ഒരു ഗോൾഡൻ ലൈറ്റ്, ഒരു എന്താ പറയാ ലൈറ്റ് ഷൈനിങ് വരുന്നുണ്ട്. ലൈറ്റ് ആയിട്ട് ഷൈനിങ് വരുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിന്റെ പുറം ചില സമയത്ത് ഞാൻ ഈ ബ്രഷ് വെച്ചിട്ട് കൊടുക്കലുണ്ട്. ഇനിയിപ്പോ എല്ലായിടത്തിലും കറക്റ്റ് ആയിട്ട് ആയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഈ രീതിയിലൊന്നും ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതാണ് ഫസ്റ്റ് പരിപാടി. അപ്പൊ നിങ്ങൾക്ക് കാണുന്നുണ്ടാവോ? ഇതാ ഓക്കെ. അപ്പം ഈ രീതിയിൽ ചെയ്ത് വെക്കുക. ഇപ്പൊ തന്നെ കണ്ണിന്റെ മുൾഭാഗം നല്ല രീതിയിൽ ഒന്ന് എന്താ പറയാ, ഒന്ന് ബ്രൈറ്റ് ആയിട്ട് നല്ല ഒന്ന് ഷൈനിങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്ക് ഇവിടുന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവൂലേ? യെസ്, ഓക്കെ. അപ്പൊ ഇനി ഐബ്രോ. ഇതും ഡാസ്ലറിന്റെ തന്നെയാ വരുന്നത് കേട്ടോ. എന്താന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയുന്ന സാധനം തന്നെ ആയിരിക്കും. കൺവെൻഷൻ കുറച്ച് മുകളിലായിട്ടുണ്ട്, അത് ലാസ്റ്റ് നമുക്ക് ഒഴിവാക്കാം. നമുക്ക് 2 കൈകളെ കൊണ്ട് പിടിച്ച് ചെയ്യാൻ പറ്റാത്തതിനെ കൊണ്ടാണ്. ഇത് നമ്മളെ ഡാസ്ലറിന്റെ വാട്ടർ പ്രൂഫ് ഐലൈനർ ആണ് കേട്ടോ വരുന്നത്. ഇത് കുറച്ചൊരു എന്താ പറയാ, ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് സംഭവം. നിങ്ങൾക്ക് താഴെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. മുകളിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു ചുളിവ് വരുന്നതിനെ കൊണ്ട് നമ്മൾ കണ്ണിങ്ങനെ തുറന്നു പിടിക്കുമ്പോൾ ചെറുതായിട്ട് നമ്മളെ സ്കിന്നല്ല ഇങ്ങനെ നിൽക്കുമല്ലോ. അപ്പോൾ ഐലൈനറൊക്കെ ആണെങ്കിൽ കറക്റ്റായിട്ട് വരച്ചെടുക്കാൻ പറ്റും. അല്ലാണ്ട് ഇത് അങ്ങനെ കിട്ടില്ല. അപ്പോൾ ഞാൻ താഴെയാണ് കൂടുതലും ചെയ്യൽ കേട്ടോ. ഇതെന്താ ഞാൻ താഴെ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ, ഇത് പെട്ടെന്ന് നമ്മൾ ഐലൈനറൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വണ്ടിയിലോ ഡ്രൈവിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഇതേപോലെ ഈ നമുക്ക് കാറ്റൊക്കെ അടിച്ചാൽ ചിലപ്പോൾ കണ്ണിന് വെള്ളം വരുമല്ലോ. സ്പെക്സ് വെക്കാത്ത ആളുകളാണെങ്കിൽ വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഉള്ളതൊക്കെ പെട്ടെന്ന് ഈ ഭാഗത്തൊക്കെ സ്പ്രെഡ് ആവുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ വാട്ടർ പ്രൂഫ് ആകുമ്പോൾ തീരെ സ്പ്രെഡിങ് വരില്ല. അതേപോലെ തന്നെ നമ്മൾ കൺവെൻഷൻ ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ചെയ്യുന്നത്. ഇനി ഉപയോഗിക്കാൻ പോകുന്നത് ഡാസ്ലറിനെ. എനിക്ക് ഈ ഡാസ്ലറിനെ ചെറിയൊരു ഭയങ്കര ഒരു വെള്ളം പോലെ തോന്നാം. ബട്ട് കറക്റ്റായി 2 പ്രാവശ്യം ലെയർ കൊടുക്കുമ്പോൾ റെഡി ആവുന്നുണ്ട് കേട്ടോ. ഇതിനെക്കാളും നല്ല ചെറിയ ബോട്ടിലില്ലേ, ഈ ക്രീം ടോപ്പിലായിട്ട് വരുന്ന നമ്മള് കുഞ്ഞി വരുന്ന, അതാണ് കുറച്ചും കൂടി നല്ലത് തോന്നുന്നുണ്ട്. ഓക്കെ, ഇനി ഇതൊന്ന് ഈ അലിഞ്ഞറിയുമല്ല കുറച്ചൊരു വെള്ളം പോലെ അതിനെ കൊണ്ട് തന്നെ ഒന്ന് ഉണങ്ങാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഞാൻ നോർമലായിട്ട് കണ്ണെഴുതുന്നത്. ഇപ്പൊ അതിനപ്പുറം ഞാൻ ഈ ഒരു പ്രൊഡക്റ്റും കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. ഇത് വാങ്ങിക്കോളൂ, അടിപൊളി സാധനമാണ്. നല്ല ഭംഗി ഉണ്ടാവും. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ ഏകദേശം കണ്ണ് കൂട്ടുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ കളർ ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. നമ്മൾ ഈ ഒരു ഡാർക്ക് കളർ അല്ലെങ്കിൽ ബ്രൗൺ കളർ നമ്മുടെ ഡ്രസ്സിന് റിലേറ്റഡ് ആയിട്ട് ഈ ഒരു കളറിൽ നമ്മൾ എന്താ പറയാ ഐഷാഡോ കൊടുക്കുന്നതിന് പകരം ഈ രീതിയിൽ നിങ്ങൾ വാങ്ങിയിട്ട് ചെയ്ത് നോക്കുക. നല്ല ഭംഗിയാണ്, നമുക്ക് എല്ലാ ഡ്രസ്സിനും മാച്ച് ആവുന്നതാണ്. പിന്നെ നമ്മളെ കണ്ണ് നല്ല ഹൈലൈറ്റ് ചെയ്യും, നല്ല ഭംഗി ഉണ്ടാവും, നല്ലൊരു ഫിനിഷിംഗ് ഉള്ള പോലെ തന്നെ നിങ്ങൾക്ക് തോന്നുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇത് വാങ്ങി ഉപയോഗിച്ച് നോക്കുക. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു പ്രൊഡക്റ്റിന്റെ കാര്യം ഒന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പം അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് വാങ്ങി ഉപയോഗിച്ച് നോക്കുക. നല്ല സംഭവമാണ്. നമുക്കെന്ന് വെച്ചാൽ ഒരു പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ നമ്മളെ നല്ല ഭംഗിയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ ജസ്റ്റ് ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ കാണിച്ചാൽ നിങ്ങൾക്ക്. അപ്പം എനിക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരുന്നത്. അടുത്തൊരു വീഡിയോ എടുക്കുന്നത്. ബൈ.